10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലൈഫ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സീരീസിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് കുറച്ച് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ലൈഫ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ എല്ലാ വീഡിയോസും ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് അതിനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് 10 ക്വസ്റ്റ്യൻസ് എന്ന ഫോൾഡർ നോക്കിയാൽ അതിനകത്ത് എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ഫിസിക്സിലെ ന്യൂമറിക്കൽസ് എല്ലാം ലഭ്യമാണ്. 10ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് വീഡിയോ ലഭിക്കണമെങ്കിലും നിങ്ങൾ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിന് നോക്കി എടുക്കാവുന്നതാണ്. 50 ലൈഫ് പ്രോസസ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 50 ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ ഒരു പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് ഏത് ശരീരഭാഗത്തിലാണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. ലങ്സിൽ, ഹാർട്ടിൽ, കിഡ്നീസിൽ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ് നടക്കുന്നത്. ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും ഓക്സിജൻ അകത്തേക്ക് ബ്ലഡിലേക്കും വരുന്നു. നമുക്കറിയാം ലങ്സിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്സിജൻ ബ്ലഡിലേക്ക് വരികയും ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ആദ്യത്തെ ഓപ്ഷനാണ്, ഓൺലി ഇൻ ലങ്സ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിനേറ്റഡ് ബ്ലഡിൻ്റെ പാത്വേ ആണ്. ഇവിടെ ഡയറക്ഷൻ ഓഫ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നത് റൈറ്റ് ഓറിക്കിളിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇനി ഇത് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് പൾമനറി ആർട്ടറി വഴി നമ്മുടെ ലങ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ ഇവിടെയും ഉത്തരം ഓപ്ഷൻ എ ആണ്, ടുവേർഡ്സ് ദ ലങ്സ്. പ്രകാശ സംശ്ലേഷണത്തിൽ പുറത്തു വരുന്ന ഓക്സിജൻ്റെ സോഴ്സ് ഏതെന്നാണ് അടുത്ത ചോദ്യം. വാട്ടറാണ് ഇതിൻ്റെ സോഴ്സ്, ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നവയിൽ പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലിപ്പേസും ട്രിപ്സിനും മാത്രമാണ് തന്നിരിക്കുന്നവയിൽ എൻസൈംസ്. അതേസമയം ഹൈഡ്രോക്ലോറിക് ആസിഡും മ്യൂക്കസും സെക്രീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം 2ഉം 3ഉം. ഫോട്ടോസിന്തറ്റിക് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ കാണിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്, ഓപ്ഷൻ ബി ആണ്. കാരണം ഈ ബെൽജാർ എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ളിലുള്ള പാത്രത്തിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡാണ് വെച്ചിരിക്കുന്നത്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിന് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പാർട്ട് എയിൽ എടുത്തിരിക്കുന്ന ദ്രാവകം എന്തെന്നാണ് ചോദ്യം. അവിടെ എടുത്തിരിക്കുന്നത് ലൈം വാട്ടറാണ്. ലൈം വാട്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും. അതിന് കാരണം കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രൊഡക്ഷനാണ്. ഇവിടെ ലെമൺ വാട്ടർ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്, തെറ്റിപ്പോകരുത്. ലെമൺ വാട്ടർ അല്ല, നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ ലൈം വാട്ടർ, ഓപ്ഷൻ സി. എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്, ഇവിടെ ഒരു വേരിഗേറ്റഡ് ലീഫ്, പല കളറുള്ള ലീഫ് എടുത്തിരിക്കുന്നത് ക്ലോറോഫിൽ ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് തെളിയിക്കാനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ തന്നിരിക്കുന്ന ന്യൂട്രീഷൻ അമീബയുടെ ന്യൂട്രീഷനാണ്. അമീബ ഒരു ഹെറ്ററോട്രോഫിക് ഓർഗാനിസമാണ്. ഇവിടെ ഫുഡിനെ അത് എൻഡോസൈറ്റോസിസ് ചെയ്യുകയാണ്. ഇവിടെ ഫുഡിനെ ഉള്ളിലെടുത്തതിന് ശേഷമാണ് ദഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂട്രീഷനെ പറയുന്നത് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നാണ്. ദ ഇമേജ് ഷോസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ പ്ലാന്റ്. ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും സോയിലിൽ നിന്ന് വാട്ടറിനെ വലിച്ചെടുത്ത് ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. എയർ നമ്മുടെ ശ്വസനനാളിയിൽ കൂടി കടന്നു പോകുന്ന കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻഹലേഷൻ്റെ സമയത്ത്. അതിൽ അവസാനത്തെ ഉത്തരമാണ് കറക്റ്റ്. നോസ്ട്രിൽസ് വഴി അത് ഫാരിങ്സിലെത്തുന്നു. ഫാരിങ്സിൽ നിന്ന് ലാരിങ്സിലേക്കും, ലാരിങ്സിൽ നിന്ന് ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പിലേക്ക് പോകുന്നു. അവിടെ നിന്നത് ആൽവിയോളയിൽ എത്തിച്ചേരുന്നു. ടിഷ്യൂസിൽ നിന്ന് പുറത്തു പോകുന്ന ബ്ലഡിൽ എന്താണ് റിച്ച് ആയിട്ടുള്ളത്? നമുക്കറിയാം ടിഷ്യൂസിൽ, സെൽസിൽ റെസ്പിറേഷൻ നടന്നിട്ട് മൈറ്റോകോൺട്രിയയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടാണ് ലങ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ടിഷ്യൂവിൽ നിന്ന് പുറത്തു വരുന്ന ബ്ലഡിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ദ റീസൺ ഫോർ ഡിഫ്യൂഷൻ ഇൻഎഫിഷ്യൻസി ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ വലിയ സൈസും കോംപ്ലക്സ് ബോഡി ഡിസൈനുമാണ് കാരണം, ഓപ്ഷൻ ബി. ഇനി കുറച്ച് അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ, ദ അക്യൂമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ ദ മസിൽ കോസസ് മസിൽ ക്രാംസ്. ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്.
റീസൺ ഡ്യൂറിങ് വിഗറസ് ഫിസിക്കൽ എക്സസൈസ് ലെഗ് മസിൽസ് റെസ്പയർ അനൈറോബിക്കലി. ഇതും വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയാം. അസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേർഷൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അസേർഷൻ ലിപ്പേസസ് ഹെൽപ്പ് ഇൻ ദ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലിപ്പേസസ് ഫാറ്റിനെ ഡൈജസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇമൾസിഫിക്കേഷൻ നടത്തുന്നത് ബൈലിൻ്റെ ഫംഗ്ഷനാണ്. റീസൺ ലിപ്പേസസ് ഹൈഡ്രലൈസസ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. കറക്റ്റാണ്. ലിപ്പേസ് ആണ് ഫാറ്റിനെയും ഓയിലിനെയും ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അസേർഷൻ റോങ്, റീസൺ കറക്റ്റ്. നമുക്ക് ഓപ്ഷൻ ഡി എന്നെടുക്കാം. അസേർഷൻ ബേർഡ്സ് ആൻഡ് മാമൽസ് കനോട്ട് ടോളറേറ്റ് മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ ആനിമൽസ് വിത്ത് 4 ചേമ്പേർഡ് ഹാർട്ട്. അതും വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. അസേർഷൻ യൂറേറ്റേഴ്സ് ആർ ദ ട്യൂബ്സ് വിച്ച് ക്യാരി യൂറിൻ ഫ്രം കിഡ്നീസ് ടു ദ ബ്ലാഡർ. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ യൂറിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ യുറേത്ര. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യൂറിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ യൂറിനറി ബ്ലാഡർ എന്നതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ അസേർഷൻ കറക്റ്റാണ്. റീസൺ ഫോൾസ് ആണ്. ഓപ്ഷൻ സി. ഇൻ ദ ഹ്യൂമൻ ഹാർട്ട് ദർ ഈസ് നോ മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. വളരെ കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ വാൽവ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഹാർട്ട് വിച്ച് അലൗസ് ദ മൂവ്മെൻറ്റ് ഓഫ് ബ്ലഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. അത് കറക്റ്റാണ്, പക്ഷേ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. കാരണം മിക്സിംഗ് നടക്കാത്തത് സെപ്റ്റം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ബി എന്നെടുക്കാം. അസേർഷൻ ഹാർട്ട് ചേമ്പേഴ്സ് ആൻഡ് ആർട്ടറീസ് ഹാവ് വാൽവ്സ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാർട്ട് ചേമ്പേഴ്സ് ആൻഡ് വെയിൻസ് ഹാവ് വാൽവ്സ്. ആർട്ടറീസിൽ വാൽവ്സ് ഇല്ല. റീസൺ വാൽവ്സ് പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ അസേർഷൻ റോങ് ആണ്. റീസൺ കറക്റ്റാണ്. ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.